റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. മാലിന്യ പ്രശ്നം കാരണം പ്രദേശവാസികൾക്ക് ദുരിതമായി തീർന്ന തിരുവനന്തപുരത്തെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ വള്ളക്കടവിലുള്ള പാചകശാല പൂട്ടി. ജീവനക്കാർക്ക് തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെയും ബേക്കറി യൂണിറ്റിന്റെയും മാലിന്യം കാരണം പ്രദേശവാസികൾക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. വിഷയം പുറത്തെത്തിച്ച റിപ്പോർട്ടർ ലൈവത്തോണിന് പിന്നാലെ നഗരസഭ വിഷയത്തിൽ ഇടപെടുകയും പാചകശാല അടച്ചുപൂട്ടാൻ 2 ആഴ്ച സമയം അനുവദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പാചകശാലയും ബേക്കറി യൂണിറ്റും പൂട്ടിയത്. അരുൺ സോളമനുണ്ട് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ പാചകശാല പൂർണ്ണമായും അടച്ചു പൂട്ടുകയാണോ ചെയ്തത്? ഈ പ്രദേശവാസികളുടെ ആ ഒരു വലിയ മാലിന്യ പ്രശ്നത്തിൽ ഒരു പരിഹാരം എടുത്തിട്ടുണ്ടോ നഗരസഭ? തീർച്ചയായിട്ടും ആര്യ, പൂർണ്ണമായിട്ടും ഈ പാചകശാലയും അതുപോലെ തന്നെ ബേക്കറി യൂണിറ്റും പൂട്ടിയ നിലയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ ഇടയായത്. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഇവിടുത്തെ ഈ പ്രശ്നം നമ്മൾ റിപ്പോർട്ടർ ലൈവത്തോൺ ചെയ്തിരുന്നത്. വലിയ ദുർഗന്ധം വമിച്ചിരുന്ന ഒരു സ്ഥലത്താണ് നമ്മളിവിടെ വന്നപ്പോൾ ആ കാഴ്ച കാണാനിടയായത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ ബേക്കറി യൂണിറ്റും ഈ ഭക്ഷണ പാചകശാലയും പ്രവർത്തിച്ചിരുന്ന ഇടമാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ പൂട്ടിയ നിലയിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കഴിഞ്ഞ 2 ആഴ്ച ലൈവത്തോൺ ചെയ്തതിന് തുടർന്ന് നഗരസഭയും അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരും ഇവിടെ വന്ന് ഈ സ്ഥലം പരിശോധിക്കുകയും തുടർന്ന് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് 15 ദിവസം ഇവർക്ക് ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന് സമയം നൽകിയിരുന്നത് മാറ്റാനായിട്ട്. അതിനെ തുടർന്ന് ഇപ്പോൾ ഇവിടെ നിന്നും സാധനങ്ങൾ ഇപ്പോൾ ഒരു ഷിഫ്റ്റിംഗ് പ്രോസസ്സാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ ദുർഗന്ധം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ മലിനജലം ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോഴുമുണ്ട്. അതിന് ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ് പ്രദേശവാസികൾ ഇപ്പോഴും ആവർത്തിക്കുന്നത്. എന്തായാലും ആദ്യത്തേനെ അപേക്ഷിച്ച് കഴിഞ്ഞ 10 മാസമായിട്ട് ഈ പ്രദേശത്തുള്ളവർ വലിയൊരു ദുരന്തമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളും അവർ നേരിട്ടിരുന്നു. അതിനെ തുടർന്നാണ് നഗരസഭയ്ക്കും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും പരാതി നൽകിയെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിനെ തുടർന്ന് ഈ പ്രദേശവാസികൾ, വള്ളക്കടവിലുള്ള ഈ പ്രദേശവാസികൾ ഈ സ്ഥാപനത്തിലേക്ക് വന്ന് പ്രതിഷേധവും അതുപോലെ തന്നെ മാർച്ചും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടന്നുപോയ ഒരു സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ സംഘം ഇവിടെ എത്തിയത്. അതിനെ തുടർന്ന് നഗരസഭയും അതുപോലെ തന്നെ ഈ വിഷയത്തിലെ ആരോഗ്യ പ്രവർത്തകരൊക്കെയും ഇടപെട്ടിരുന്നു. എന്തായാലും ഈ നാട്ടിലെ അവരുടെ പ്രതികരണം തന്നെ നമുക്കിപ്പോൾ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 10 മാസം കൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധത്തിൽ അത് കഴിഞ്ഞ് റിപ്പോർട്ടർ TV ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലൈവത്തോൺ വരികയും അത് കഴിഞ്ഞ് കോർപ്പറേഷൻ്റെ പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും മറ്റൊരു ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഇതിൻ്റെ ഈ പ്രവർത്തനത്തെ ഇപ്പം ഏകദേശം 90% ഇപ്പം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത് ഇപ്പം ഇതിൻ്റെ ഈ ബേക്കറി യൂണിറ്റ് അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നു. ഏകദേശം 3000-ഓളം പേർക്ക് ആഹാരം ഉണ്ടാക്കുന്ന കിച്ചൺ ഉണ്ടായിരുന്നു. അത് ആദ്യം പൂട്ടി. രണ്ടാമത് ബേക്കറി യൂണിറ്റ് ഉണ്ടായിരുന്നു. അതും അവരിപ്പോൾ നിർത്തിയതായിട്ടാണ് അവർ പറയുന്നത്. നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത്, നമുക്കതിപ്പോൾ കാണാമല്ലോ, ഇവിടെ ദൃശ്യങ്ങളിൽ കാണാമല്ലോ, പൂട്ടിയിട്ടുണ്ടല്ലോ. അത് പൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മാലിന്യ സംസ്കരണം എന്നുള്ളതിൽ അശാസ്ത്രീയമായ രീതിയിലാണ് മാലിന്യ സംസ്കരണം നടത്തിയിട്ടുള്ളത്. ഇതിനടിയിൽ ഏകദേശം ഒരു 10ഓളം ടാങ്കുകൾ ഇതിനടിയിൽ തന്നെ കുഴിച്ചിട്ടുണ്ട്. അതെല്ലാം ഫുള്ളായിട്ട് ഇപ്പോഴും അതിൽ സാധനങ്ങൾ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി അതിൻ്റെ കുറച്ച് ഭാഗത്ത് വീണ്ടും ബാക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലെത്തുള്ളൂ. നമുക്ക് ഈ നാട്ടിലുണ്ടാകുന്ന വികസനത്തെ മുരടിപ്പിക്കണമെന്നും നാട്ടിലുള്ള ഈ തൊഴിൽ ഇല്ലാതാക്കണമെന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഇതിൽ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതുമായിട്ട് ഒരു രോഷം എന്നുള്ള രീതിയിൽ ജനകീയ ഒരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് വന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ഇത് പൂട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കിയത്. ആര്യ, ഈ കഴിഞ്ഞ 10 മാസമായിട്ട് ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ തന്നെ 3000-ഓളം വരുന്ന ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു ശാലയായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ബേക്കറി യൂണിറ്റും ഇവിടെയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഏതൊരുവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നില്ല. അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഈ സമീപവാസികളാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ നമ്മളിവിടെ അന്ന് വന്നപ്പോൾ പൂർണ്ണമായിട്ടും മാലിന്യം കൊണ്ട് ഇവിടെ വരുന്ന ദുർഗന്ധം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ വാർത്ത വന്നതിന് പിന്നാലെ നഗരസഭയും അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഈ സ്ഥലം വന്ന് സന്ദർശിക്കുകയും തുടർന്ന് വലിയൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നതിൽ പ്രധാനം നമ്മൾ അന്ന് വരുമ്പോൾ ഉള്ള ഒരു മാറ്റം ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മളന്ന് വരുന്ന സമയത്ത് ഇവിടെ മാലിന്യം കൊണ്ട് കുമിഞ്ഞു കൂടിയിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കഴിയുന്നത് അത്തരത്തിൽ വലിയൊരു മാറ്റമുണ്ട് ഇവിടെ. ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് ഇവിടെ നാട്ടുകാർക്ക് നന്നായി ജീവിക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഇവിടെ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ മാലിന്യം. പക്ഷേ അതിനിപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, അതിനിപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഇത് ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ള ഈ ടാങ്കുകളിൽ നിന്നും മലിനജലം ഇനി ഇവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട്. അത് എത്രയും വേഗം നഗരസഭയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ മാറ്റാമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഈ നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്.
ഒഴുക്കി കളയുന്ന ആ മാലിന്യ ടാങ്കുകളാണോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്? തീർച്ചയായിട്ടും ആര്യ, ഇവിടെ നമ്മൾ അന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 10ഓളം വരുന്ന ടാങ്കുകൾ ഈ സ്ഥലത്ത് ഉണ്ട്. അത് മണ്ണിനടിയിൽ സ്ഥാപിച്ചിട്ടുള്ള, കൃത്രിമമായി സ്ഥാപിച്ചിട്ടുള്ള ടാങ്കുകളാണ്. ഈ ടാങ്കുകളിലാണ് ഈ മലിനജലവും അതുപോലെ തന്നെ ഈ ഫുഡ് വേസ്റ്റുകൾ അടക്കമുള്ളവ വന്ന് നിറയുന്നത്. ഇത് നിറഞ്ഞ് കവിഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കണ്ടത്. അതിന് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ മലിനജലം ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ദുർഗന്ധം ഇപ്പോഴും ഉണ്ട്. ഈ സ്ഥാപനം നിലവിൽ പൂട്ടിയത് കൊണ്ട് തന്നെ ദുർഗന്ധത്തിൻ്റെ ഒരു ആദ്യത്തെ തോത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മലിനജലം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നാട്ടുകാരെ ഇപ്പോഴും ആശങ്കയിലാട്ടുന്നുണ്ട്. ഇതിൽ മലിനജലവും അതുപോലെ തന്നെ അത് ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ എങ്ങനെയാണ് നിലവിൽ പ്രധാനപ്പെട്ട നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇവിടെ പൂർണ്ണമായിട്ട് ഇവർ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സ്മെല്ലൊക്കെ ഇപ്പോഴും അവിടെ അടിക്കുന്നുണ്ട്. കംപ്ലീറ്റ് വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പാചകശാല 2 ബേക്കറി യൂണിറ്റും പൂട്ടിയ ഒരു അവസ്ഥയിലാണല്ലോ. പക്ഷേ ഇവർ ഈ പറഞ്ഞതിലൊന്നും പൂർണ്ണമായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇതിനകത്ത് കംപ്ലീറ്റ് വെള്ളമാണ് വരുന്നത്. ഇത് മലിനജലമാണ് ഈ വരുന്നത്. ഇതിലെല്ലാം കൊതുകുകൾ പെരുകയാണ്. വീട്ടിനകത്ത് മൊത്തം കൊതുവാണ്. കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ വാർഡ് കൗൺസിലർ ഷാജിദയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? അത് അവർ ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവർ കുറേ കൂടി ആലോചിച്ച് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവർക്ക് നന്നായിരിക്കും. അവർ സാധാരണ ഞങ്ങളെപ്പോലെയല്ല, അവർ ജനപ്രതിനിധിയാണ്. അവർ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അവർ ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവർ നല്ലൊരു നിലപാട് അവർ സ്വീകരിക്കട്ടെ. അവർ ഞങ്ങളെ കൂടെ നിൽക്കട്ടെ. ജനങ്ങളുടെ ആവശ്യമല്ലേ. ഞങ്ങളാണ് അവർ വോട്ട് ചെയ്ത് കൗൺസിലറാക്കിയത്. അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അവരല്ലാത്ത രീതിയിലാണ് അവർ എന്തെങ്കിലും കാരണം. ഇതിന് ഇനി ഒരു അടിയന്തര ഇടപെടൽ വേണം അല്ലേ? അതെ, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഇത്രയെങ്കിലും ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തന്ന റിപ്പോർട്ടർ ചാനലാണ്. നിങ്ങൾ അന്ന് വന്ന് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തന്നതിന് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നന്ദിയാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇതെല്ലാം നിങ്ങളിപ്പം കണ്ടല്ലോ. 15-ാം തീയതി എന്ന് പറയുന്ന ഇന്നലെ വരെ എല്ലാം തീർത്ത് ഒതുങ്ങി പോകുമെന്ന് പറഞ്ഞതാണ്. അത് ഇന്നലെ വരെ ഞങ്ങൾ സഹിച്ചിട്ട് ഇന്ന് 16-ാം തീയതിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഈ പരിസരവാസികളെല്ലാം വന്ന് നോക്കിയപ്പോഴും ഇതേപോലെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടപ്പോഴും അവസ്ഥ ഇതാണ്. അപ്പോൾ ഇതിന് ഒരു ചെറിയ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഈ പാർവതി പുത്തനാറ് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനിടയിൽ ഇതൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും ഇടപെട്ട് ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഈ വീടിന്റെ ഈ പരിസരം യൂണിറ്റുകളും ഭക്ഷണ പാചകശാലയും അതുപോലെ തന്നെ ബേക്കറി യൂണിറ്റും പൂട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ സാധനങ്ങളൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതിന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അവർ ഈ റിപ്പോർട്ടിന്റെ ഇടപെടൽ അവരിപ്പോൾ നന്ദിയും അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും കാര്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആദ്യത്തെ മാലിന്യ പ്രശ്നങ്ങളൊക്കെ മണ്ണിട്ട് മൂടിയെങ്കിലും നിലവിൽ 10ഓളം ടാങ്കുകൾ ഇവിടെയുണ്ട്. ആ ടാങ്കുകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം എത്രയും വേഗം മാറ്റണമെന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിൽ നഗരസഭയുടെ ഇടപെടൽ വേണം. ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് വന്ന് കണ്ട ഒരു കാഴ്ചയാണ്. നിലവിലെ ഇവിടുത്തെ യൂണിറ്റുകൾ മാറ്റിയെങ്കിലും ഇപ്പോഴും ഈ മലിനജലം കെട്ടിക്കിടക്കുന്നതിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതായത് മാലിന്യം എന്തായാലും നീക്കം, എന്തായാലും ബേക്കറി ഉൾപ്പെടെ അടച്ചു പൂട്ടിയ സാഹചര്യത്തിൽ മാലിന്യം എന്തായാലും നീക്കം. പക്ഷേ ഈ ടാങ്കിൽ ഉൾപ്പെടെ കൂടിക്കിടക്കുന്ന ഈ മലിനജലം അത് കൂടുതൽ രോഗങ്ങൾക്ക്, ജലജന്യ രോഗങ്ങൾക്കും കാരണമാകുമെന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. അപ്പോൾ അശാസ്ത്രീയമായി ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതും ഉടൻ അവിടെ അവസാനിപ്പിക്കണം. അത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയല്ലേ അവർ വീണ്ടും പറയുന്നത്. തീർച്ചയായിട്ടും ആര്യ, നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണ പാചകശാല പൂർണ്ണമായിട്ടും പൂട്ടിയതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള മാലിന്യങ്ങൾ മാറി. പക്ഷേ കഴിഞ്ഞ 27-ാം തീയതി വന്ന് കണ്ട കാഴ്ച അതുപോലെ ആ കാഴ്ച വീണ്ടും നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഈ മലിനജലവും മാലിന്യവും അന്നുണ്ടായിരുന്ന ഭക്ഷണത്തിൻ്റെ മാലിന്യം ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഒരുപോലെ ഇതിന് യാതൊരുവിധ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇവിടെ 10-12ഓളം ഈ ടാങ്കുകൾ ഇവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടാങ്കുകളാണ്. ഇതിൽ നിന്നും ഈ മാലിന്യം ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഈ പ്രദേശത്തുള്ളവർക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ കഴിയൂ. കാരണം കുട്ടികളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ജലജന്യ രോഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ ഈ പ്രദേശവാസികൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു പുറമെ ക്യാൻസർ ബാധിച്ച
ചെയ്യണം. അത്തരത്തിൽ ആരോഗ്യപരമായിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ട് വന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ നാളുകളിലൊക്കെയും ഇവർ പ്രതിഷേധവും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും നഗരസഭയ്ക്കും ഒക്കെ പരാതി നൽകിയത്. അതിനൊന്നും ഓക്കെ, മാലിന്യ പ്രശ്നം കാരണം പ്രദേശവാസികൾക്ക് വളരെ ഇപ്പോൾ ദുരിതമായിരുന്ന തിരുവനന്തപുരത്തെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ വള്ളക്കടവിലുള്ള പാചകശാലയാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ജീവനക്കാർക്ക് തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെയും ബേക്കറി യൂണിറ്റിന്റെയും മാലിന്യം കാരണം പ്രദേശവാസികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ നഗരസഭ ഇടപെടുകയും പാചകശാല പൂട്ടാൻ ഉത്തരവായിരിക്കുകയുമാണ്. 2 യൂണിറ്റും പൂട്ടിയിരിക്കുകയാണ്. അരുൺ സോളമനാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.